നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ റിഫോം യുകെ ഉയർത്തിയ വെല്ലുവിളികൾ അതിജീവിച്ച് ബെൻഹാം നേടിയത് വൻ വിജയം. റിഫോം യുകെ സ്ഥാനാർത്ഥി റോബൻ കെനിയനെ 9231 വോട്ടുകൾക്ക് പിന്നിലാക്കിയാണ് ബെൻഹാമിന്റെ ജയം. റിസ്റ്റോർ ബ്രിട്ടൻ മൂന്നാം സ്ഥാനത്തും ലേബർ പാർട്ടി 54% വോട്ട് നേടിയപ്പോൾ റിഫോം യുകെ 35%, റിസ്റ്റോർ ബ്രിട്ടൻ 7% വോട്ടുകൾ നേടി. ആകെ പോളിംഗ് ശതമാനം 58.75. ആകെ രേഖപ്പെടുത്തിയ വോട്ടുകൾ 45,510. യുകെയിലെ തൊഴിലില്ലായ്മ നിരക്ക് അപ്രതീക്ഷിതമായി താഴ്ന്നതായി ഔദ്യോഗിക കണക്കുകൾ. തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ യുകെയിൽ വർധനവ് ഉണ്ടായതായും റിപ്പോർട്ട്. പുതിയ റിക്രൂട്ടുകൾ പേ റോളിൽ ജോലി ചെയ്യുന്നത് 5 വർഷത്തെ താഴ്ന്ന നിലയും. കൂടുതൽ ആളുകൾ സ്വയം തൊഴിലിലേക്ക് തിരിയുന്നതും പ്രൈവറ്റ് സെക്ടറിലെ ശമ്പള വർധനവും തിരിച്ചടി നേരിടുന്നതായി ONS. കുറഞ്ഞ വരുമാനം നൽകുന്ന മേഖലകളിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏപ്രിൽ വരെ 4.9%, അടിസ്ഥാന ശമ്പള വർധനവും 3.4% തുടരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പിന്മാറിയ ബ്രെക്സിറ്റിന്റെ ആഘാതം യുകെ സമ്പദ്വ്യവസ്ഥയെ ഗണ്യമായി ബാധിച്ചതായി റിപ്പോർട്ട്. ബ്രെക്സിറ്റിലെ ആഘാതം ഏറ്റുവാങ്ങിയ പ്രധാന മേഖലകൾ നിക്ഷേപ മേഖലയും തൊഴിൽ വിപണിയും ഉൽപാദനക്ഷമതയില്ലായ്മയെന്ന് കണ്ടെത്തൽ. നിക്ഷേപം 12 മുതൽ 18% വരെയും തൊഴിൽ മേഖല 3 മുതൽ 4% വരെയും ഉൽപാദനക്ഷമത 3 മുതൽ 4% വരെയും ഇടിഞ്ഞതായും ഗവേഷകർ. ബ്രെക്സിറ്റിന്റെ കൃത്യമായ സാമ്പത്തിക ആഘാതം അളക്കുന്നത് ഇപ്പോഴും സങ്കീർണമായ കാര്യമാണെന്നും സാമ്പത്തിക വിദഗ്ധർ. അമേരിക്ക ഇറാൻ സമാധാന കരാർ പ്രാബല്യത്തിലായിട്ടും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ല. കപ്പൽ ഗതാഗതം നടക്കുന്നത് ഒമാൻ വഴി മാത്രം. ഇറാന്റെ മേലുള്ള നാവിക ഉപരോധം ഔദ്യോഗികമായി നീക്കിയതായും അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസിലെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് സാധ്യമാകുമെന്ന് വിലയിരുത്തൽ. അമേരിക്ക നാവിക ഉപരോധം പിൻവലിച്ച സാഹചര്യത്തിൽ ഹോർമൂസിലെ അപകട സൂചന ക്രിട്ടിക്കൽ എന്നതിൽ നിന്നും സബ്സ്റ്റാൻഷ്യസ് എന്നതായി താഴ്ത്തി യുകെ മാരിടൈം ഏജൻസി. യുഎസും ഇറാനും ധാരണാപത്രം ഒപ്പിട്ടു എങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇപ്പോഴും ഗണ്യമായ സുരക്ഷാ ഭീഷണികളുണ്ട് എന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് സംഘടനയായ ബിംകോയുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജേക്കബ് ലാർസൺ. ഇറാൻ യുദ്ധത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന 500-ലധികം ചരക്കു കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു. കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഏകോപന സംവിധാനം ഒരുക്കുമെന്ന് ബിംകോ. ടെലഗ്രാം നിരോധനം ശരിവെച്ച് ദില്ലി ഹൈക്കോടതി. ടെലഗ്രാം താൽക്കാലികമായി നിരോധിച്ചത് നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചരണങ്ങൾക്കും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ആപ്പ് വ്യാപകമായി ഉപയോഗിച്ചതിനാൽ. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധന നടപടി ഏകപക്ഷീയമാണെന്നും കമ്പനിയെ കേൾക്കാതെയാണ് ആപ്പ് നിരോധിച്ചതെന്നും കമ്പനി സ്ഥാപകൻ പവൽ ഡൂറോ. അടിസ്ഥാന പ്രശ്നമാണ് പരിഹരിക്കേണ്ടതെന്നും ദശലക്ഷക്കണക്കിന് സാധാരണ ഉപയോക്താക്കളെ നിരോധനം ബാധിക്കുമെന്നും സ്ഥാപകൻ. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നും നിരോധനം 22 വരെ തുടരുമെന്നും കോടതി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ജലനിരപ്പ് ഉയർത്തുന്നതിനും നടപടികൾ കൈക്കൊള്ളുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും അണക്കെട്ട് ബലപ്പെടുത്തുന്നത് തടയണമെന്നും കേരളത്തിന്റെ ആവശ്യത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും തമിഴ്നാട് സർക്കാർ. തെക്കേ ഇന്ത്യയിലെ നദികൾ കൂട്ടിയോജിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി VD സതീശന്റെ കന്നി ബഡ്ജറ്റ് എത്തി. 2026-27 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. കടക്കെണിയും സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുമ്പോഴും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ബഡ്ജറ്റിൽ ഇടം പിടിച്ചു. UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വെച്ചാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കർ ED ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിന് മുന്നിലുള്ള HDFC ബാങ്കിലാണ് പരിശോധന നടത്തിയത്. കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ED പരിശോധിക്കുന്നത്. EDയുടെ പരിശോധന നടന്നത് സ്വർണത്തിന് ഉൾപ്പെടെ ലോക്കർ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള HDFC ബാങ്കിലാണെന്നും വീണയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന കർശനമാക്കിയതെന്നും അന്വേഷണ സംഘത്തിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന. വാർത്തകൾ വിശദമായി. മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ റിഫോം യുകെ ഉയർത്തിയ വെല്ലുവിളികൾ അതിജീവിച്ച് ബെൻഹാം വൻ വിജയം നേടി. റിഫോം യുകെ സ്ഥാനാർത്ഥി റോബൻ കെനിയനെ 9231 വോട്ടുകൾക്ക് പിന്നിലാക്കിയാണ് ബെൻഹാമിന്റെ ജയം. റിസ്റ്റോർ ബ്രിട്ടൻ മൂന്നാം സ്ഥാനത്താണ്. ലേബർ പാർട്ടി 54% വോട്ട് നേടിയപ്പോൾ റിഫോം യുകെ 35%, റിസ്റ്റോർ
ബ്രിട്ടൻ 7% വോട്ട് നേടി. 58.75% പോളിംഗ്. ആകെ 45,510 വോട്ടുകളാണ് രേഖപ്പെടുത്തിയത്. ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തു എന്ന് ബെൻഹാം വ്യക്തമാക്കി. ലേബറിന് ഇത് അവസാന അവസരമാണെന്നും പാർട്ടിയുടെ ഐക്യം ഉറപ്പാക്കണമെന്നും വിഭജന രാഷ്ട്രീയത്തിൽ നിന്നും മുക്തമാകണമെന്നും ബെൻഹാം കൂട്ടിച്ചേർത്തു. മികച്ച വിജയം നേടിയതോടെ കെയർ സ്റ്റാമർ നേതൃത്വത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ്. 9 വർഷത്തിനു ശേഷം അദ്ദേഹം വെസ്റ്റ് അമിൻസ്റ്ററിലേക്ക് മടങ്ങിയ ചില ലക്ഷ്യം കണ്ടുകൊണ്ടായിരുന്നു. കെയർ സ്റ്റാമർ നേതൃത്വം വലിയ തോതിൽ പ്രതിസന്ധി നേരിടുകയാണ്. വിവിധ വിഷയങ്ങളിൽ സർക്കാർ എടുത്ത നിലപാടുകൾ മൂലം ജനപ്രതീതി കുറഞ്ഞു വരുന്നതായും സർവേ റിപ്പോർട്ടുകളിലൂടെ വ്യക്തമായി. ആന്റി ബെൻഹാം വരവ് കെയർ സ്റ്റാമറിന്റെ നേതൃത്വത്തിന് വെല്ലുവിളിയാണ്. വരും ദിവസങ്ങളിൽ ബ്രിട്ടനിൽ നിർണായക രാഷ്ട്രീയ മാറ്റമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ലേബർ നേതൃത്വ പോരാട്ടത്തിൽ സ്റ്റാമറെ വെല്ലുവിളിക്കുമെന്ന് ബെൻഹാം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അടുത്തയാഴ്ച പാർലമെന്റ് പ്രവേശനം ഔദ്യോഗികമായി നടക്കുന്നതോടെ ഈ പോരാട്ടത്തിനും തുടക്കമാകും. കെയർ സ്റ്റാമർ സ്ഥാനം ഒഴിയണമെന്ന സമ്മർദ്ദമുണ്ട് എങ്കിലും ഭൂരിപക്ഷം എംപിമാരുടെ അംഗീകാരമുള്ള മറ്റൊരു നേതാവില്ല എന്ന പോരായ്മ പരിഹരിക്കാനാണ് ബെൻഹാം എത്തുന്നത്. നേതൃത്വ പോരാട്ടത്തിലേക്ക് പോകാതെ സമാധാനപരമായി സ്ഥാനമൊഴിഞ്ഞ് വഴിയൊരുക്കണമെന്ന് ബെൻഹാം അനുകൂലികൾ ആവശ്യപ്പെടുന്നു. 9,000-ലേറെ വോട്ടുകൾക്ക് താൻ വിജയിച്ചത് ഒരു വഴിത്തിരിവാകുമെന്ന് വിജയപ്രസംഗത്തിൽ ബെൻഹാം പ്രസ്താവിച്ചു. സ്റ്റാമർക്ക് കൂടിയുള്ള മുന്നറിയിപ്പായിരുന്നു ഈ പ്രസംഗം. എന്റെ സ്വന്തം പാർട്ടിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് മാറ്റത്തിനുള്ള അവസാന അവസരമെന്നാണ്. ഇതാണ് നൂറുകണക്കിന് ആളുകളുടെ പടിവാതിൽക്കൽ എത്തിയപ്പോൾ ഞാൻ കേട്ടത്. അത് കേൾക്കാൻ നമ്മൾ തയ്യാറാകണം. രണ്ടാമതൊരവസരം ഉണ്ടാകില്ല എന്നും ബെൻഹാം കൂട്ടിച്ചേർത്തു. യുകെയിലെ സ്കോട്ട്ലൻഡിൽ നടന്ന അബർഡീൻ സൗത്ത് ഉപതെരഞ്ഞെടുപ്പിൽ സ്കോട്ടിഷ് നാഷണൽ പാർട്ടിയുടെ ശക്തമായ കോട്ടയായിരുന്ന അബർഡീൻ സൗത്ത് മണ്ഡലം സ്കോട്ടിഷ് കൺസർവേറ്റീവ് പാർട്ടി പിടിച്ചെടുത്തു. കൺസർവേറ്റീവ് പാർട്ടിയുടെ ഡഗ്ലസ് ലംസൺ 6,050 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. അദ്ദേഹം 14,308 വോട്ടുകൾ നേടിയപ്പോൾ SNPയുടെ റിച്ചാർഡ് തോംസൺ 8,258 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. വടക്കൻ കടലിലെ എണ്ണ വാതക വ്യവസായത്തെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് കൺസർവേറ്റീവുകൾ പ്രധാനമായും വോട്ട് തേടിയത്. ഈ വിജയം ആ വ്യവസായത്തിനുള്ള ജനങ്ങളുടെ പിന്തുണയായി എന്നും ലംസ്ഡൺ അവകാശപ്പെട്ടു. പാർട്ടിയുടെ മുൻ ഫസ്റ്റ് മിനിസ്റ്റർ നിക്കോള സർജന്റെ ഭർത്താവും മുൻ ചീഫ് എക്സിക്യൂട്ടീവുമായ പീറ്റർ മുറേലുമായി ബന്ധപ്പെട്ട് ഫണ്ട് തട്ടിപ്പ് വിവാദങ്ങൾ SNPയുടെ പരാജയത്തിന് ആക്കം കൂട്ടി എന്നാണ് വിലയിരുത്തൽ. യുകെയിലെ തൊഴിലില്ലായ്മ നിരക്ക് അപ്രതീക്ഷിതമായി താഴ്ന്നതായി ഔദ്യോഗിക കണക്കുകൾ. യുകെയിലെ തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണമേറിയതായും പറയുന്നു. അതേസമയം പുതിയ റിക്രൂട്ടുകൾ പേ റോളിൽ ജോലി ചെയ്യുന്നത് 5 വർഷത്തെ താഴ്ന്ന നിലയിലായി. പ്രൈവറ്റ് സെക്ടറിലെ ശമ്പള വർധനവും തിരിച്ചടി നേരിടുന്നുണ്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏപ്രിൽ വരെ 3 മാസങ്ങളിൽ 4.9%. കഴിഞ്ഞ മാസത്തെ 5% നിന്നുമാണ് ഈ ഇടിവ് രേഖപ്പെടുത്തിയത്. അതേസമയം അടിസ്ഥാന ശമ്പള വർധനവ് 3.4% തുടരുകയാണ്. ഇത് ഇപ്പോഴും പണപ്പെരുപ്പ നിരക്കിന് മുകളിലാണ് എന്നതാണ് ആശ്വാസം. ലേബർ വിപണി ദുർബലമാകുന്ന സാഹചര്യത്തിൽ വരുമാന വളർച്ച 3.2% താഴുമെന്നാണ് ആശങ്ക. കൂടുതൽ ആളുകൾ സ്വയം തൊഴിലിലേക്ക് തിരിയുന്നതായും ONS വ്യക്തമാക്കുന്നു. വേക്കൻസികൾ കുറയുന്നത് തുടരുകയാണ്. പുതിയ ജീവനക്കാരെ എടുക്കാൻ സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കുന്നതായി ഇത് വ്യക്തമാക്കുന്നു. കുറഞ്ഞ വരുമാനം നൽകുന്ന മേഖലകളിലാണ് തുടർച്ചയായി ഈ ഇടിവ് രേഖപ്പെടുത്തുന്നതെന്നും ONS കൂട്ടിച്ചേർത്തു. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പിന്മാറിയ ബ്രെക്സിറ്റിന്റെ ആഘാതം UK സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ബാധിച്ചതായി പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ സർവേ ഡേറ്റ അനുസരിച്ച് ഏകദേശം ഒരു ദശാബ്ദത്തെ സാമ്പത്തിക വിവരങ്ങൾ വിശകലനം ചെയ്ത ഗവേഷകർ 2025ഓടെ ബ്രെക്സിറ്റ് യുകെയുടെ GDPയെ 6 മുതൽ 8% വരെ കുറച്ചിരിക്കാമെന്നാണ് വിലയിരുത്തൽ. നിക്ഷേപ മേഖലയും തൊഴിൽ വിപണിയും ഉൽപാദനക്ഷമതയും ബ്രെക്സിറ്റിന്റെ ആഘാതം ഏറ്റുവാങ്ങിയ പ്രധാന മേഖലകളാണെന്ന് പഠനം ചൂണ്ടിക്കാട്ടുന്നു. നിക്ഷേപം 12 മുതൽ 18% വരെ കുറഞ്ഞതായും തൊഴിൽ 3 മുതൽ 4% വരെ, ഉൽപാദനക്ഷമത 3 മുതൽ 4% വരെ ഇടിഞ്ഞതായും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. യൂറോപ്യൻ വിപണികളിലേക്കുള്ള പ്രവേശനത്തിലെ തടസ്സങ്ങളും വർദ്ധിച്ച അനിശ്ചിതത്വവും ഇതിന് കാരണമായതായി റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ബ്രെക്സിറ്റിന്റെ കൃത്യമായ സാമ്പത്തിക ആഘാതം അളക്കുന്നത് ഇപ്പോഴും സങ്കീർണമായ കാര്യമാണെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കോവിഡ് മഹാമാരിയും ആഗോള സാമ്പത്തിക പ്രതിസന്ധികളും ഒരേ കാലഘട്ടത്തിൽ സംഭവിച്ചതിനാൽ
ബ്രെക്സിറ്റിന്റെ സ്വാധീനം മാത്രം വേർതിരിച്ച് വിലയിരുത്തുന്നത് അത്ര എളുപ്പമല്ല. എന്നിരുന്നാലും ബ്രെക്സിറ്റ് യുകെയുടെ വളർച്ചാ സാധ്യതകളെ ദുർബലമാക്കുകയെന്നാണ് മികച്ച പഠനങ്ങളിലൂടെ പൊതുവായുള്ള നിഗമനം. യുകെയിൽ വീണ്ടും കടുത്ത ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. തെക്കൻ ഇംഗ്ലണ്ടിലെ നിരവധി മേഖലകൾ യുകെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി ആംബർ ഹീറ്റ് ഹെൽത്ത് അലർട്ട് പ്രഖ്യാപിച്ചു. കിഴക്കൻ ഇംഗ്ലണ്ട്, ലണ്ടൻ, സൗത്ത് വെസ്റ്റ് മേഖലകളിലാണ് മുന്നറിയിപ്പ് നിലവിലുള്ളത്. വെള്ളിയാഴ്ച 30 ഡിഗ്രി സെൽഷ്യസിലെത്തുന്ന താപനില ഞായറാഴ്ച 32 ഡിഗ്രിയിലേക്കും തിങ്കളാഴ്ച 34 ഡിഗ്രി വരെയും ഉയർന്നു വരാം എന്നാണ് കാലാവസ്ഥാ പ്രവചനം. ചില പ്രദേശങ്ങളിൽ ശനിയാഴ്ചയോടെ ഔദ്യോഗിക ഹീറ്റ് വേവ് മാനദണ്ഡങ്ങൾ പൂർത്തിയാകുമെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു. ആംബർ മുന്നറിയിപ്പ് എന്നത് പ്രായമായവർക്കും രോഗികൾക്കും മാത്രമല്ല, പൊതുജനങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സൂചനയാണ്. അതേസമയം ചൂട് കൂടുന്നതിനിടെ ജലാശയങ്ങളിൽ സുരക്ഷ പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. അടുത്തിടെ ചൂട് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നിരവധി പേർ ജലാശയങ്ങളിൽ മുങ്ങിമരിച്ചത് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായിട്ടാണ് യൂറോപ്പിലുടനീളം ഇത്തരം അതിശക്തമായ ഉഷ്ണതരംഗങ്ങൾ കൂടുതൽ പതിവാകുന്നതെന്നും വിദഗ്ധർ പറയുന്നു. യൂറോപ്പിന് മുകളിലായി രൂപപ്പെടുന്ന ഉയർന്ന ന്യൂനമർദ്ദത്തിന്റെയും തെക്കൻ യൂറോപ്പിൽ നിന്നും വടക്കോട്ട് നീങ്ങുന്ന ചൂടൻ വായു പ്രവാഹത്തിന്റെയും സ്വാധീനമാണ് ഈ കാലാവസ്ഥാ മാറ്റത്തിന് കാരണം. ലണ്ടൻ, കെന്റ്, എക്സസ്, സറി, സക്സസ് ഉൾപ്പെടെയുള്ള തെക്കൻ കിഴക്കൻ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടാൻ സാധ്യത. എന്നാൽ ദീർഘകാല പ്രവചനങ്ങളിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ താപനിലയുടെ കൃത്യമായ തോതിൽ മാറ്റമുണ്ടാകാമെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകി. ഇംഗ്ലണ്ടിലും വെയിൽസിലും ആഞ്ഞടിച്ച റെക്കോർഡ് ചൂട് അനുഭവപ്പെട്ട ഒരു ഉഷ്ണതരംഗത്തിനു ശേഷം 3 ആഴ്ചകൾക്കിപ്പുറമാണ് ഇപ്പോൾ മറ്റൊരു ഉഷ്ണതരംഗം ഉണ്ടാകുന്നത്. ആദ്യ തരംഗത്തിൽ ഇംഗ്ലണ്ട് 35.1 ഡിഗ്രി സെൽഷ്യസ് വരെയും വെയിൽസിൽ 32.9 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് അനുഭവപ്പെട്ടിരുന്നു. അമേരിക്ക ഇറാൻ സമാധാന കരാർ പ്രാബല്യത്തിലായിട്ടും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നിട്ടില്ല. ഇപ്പോഴും കപ്പൽ ഗതാഗതം നടക്കുന്നത് ഒമാൻ വഴിയാണ്. അതിനിടെ ഇറാനുമേലുള്ള നാവിക ഉപരോധം നീക്കിയതായി അമേരിക്ക വ്യക്തമാക്കി. ഇറാൻ മേലുള്ള നാവിക ഉപരോധം അമേരിക്ക ഔദ്യോഗികമായി നീക്കിയെന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിച്ചത്. പൊതുവായ സമുദ്ര മേഖലയിലേക്ക് തങ്ങൾ മാറിക്കഴിഞ്ഞു എന്നാണ് അമേരിക്ക നിലപാട്. നിലവിൽ ഹോർമൂസിലെ കപ്പൽ ഗതാഗതം കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെയാണ് കടന്നു പോകുന്നത്. ഹോർമൂസ് പൂർണ്ണമായും തുറന്നിട്ടില്ല. കാര്യമായ മാറ്റം ഇല്ലെന്ന് UK മാരിടൈം റിപ്പോർട്ട് വ്യക്തമാക്കി. അമേരിക്ക ഇറാൻ സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം കപ്പൽ ഗതാഗതത്തിൽ ഒരു കുതിപ്പ് ഉണ്ടായിട്ടില്ല. ഒമാൻ തീരം വഴിയാണ് മിക്ക കപ്പലുകളും ഗതാഗതം നടത്തുന്നത്. ഇറാന്റെ നിയന്ത്രണങ്ങൾ നീക്കി തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കഴിഞ്ഞ ഒരു മാസത്തിൽ കപ്പൽ ഗതാഗതം അപേക്ഷിച്ച് ഇന്ന് കൂടുതൽ കപ്പലുകൾ ഹോർമൂസ് വഴി കടന്നു പോകുന്നുണ്ട് എന്ന് ഇറാന്റെ ഔദ്യോഗിക മാധ്യമം പുറത്തുവിട്ട റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. സാധാരണ നിലയിലേക്ക് വരുന്ന 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസിലെ കപ്പൽ ഗതാഗതം സാധ്യമാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. അതിനിടെ ഹോർമൂസിലെ അപകട സൂചന തോത് താഴ്ത്തി UK മാരിടൈം ഏജൻസി ക്രിട്ടിക്കൽ എന്നതിൽ നിന്നും സബ്സ്റ്റാൻഷ്യൽസ് എന്ന് മാറ്റിയിട്ടുണ്ട്. അമേരിക്ക നാവിക ഉപരോധം പിൻവലിച്ച സാഹചര്യത്തിലാണ് ഇത്. ഇറാൻ യുദ്ധത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന 500-ലധികം ചരക്കു കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫ് മേഖലയിലുണ്ട്. അതിലെല്ലാമായി 11,000 നാവികരുമുണ്ട്. US-ഉം ഇറാനും ധാരണാപത്രം ഒപ്പിട്ടു എങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇപ്പോഴും ഗണ്യമായ സുരക്ഷാ ഭീഷണികളുണ്ട് എന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് സംഘടനയായ ബിംകോയുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജേക്കബ് ലാർസൺ പറഞ്ഞു. US-ഉം ഇറാനും ധാരണാപത്രം ഒപ്പിട്ടെങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇപ്പോഴും ഗണ്യമായ സുരക്ഷാ ഭീഷണികളുണ്ട് എന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് സംഘടനയായ ബികോമിന്റെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജേക്കബ് ലാർസൺ പറഞ്ഞു. കപ്പലുകൾ തടയാൻ കടലിടുക്കിന്റെ കേന്ദ്രഭാഗത്ത് മൈനുകൾ നിക്ഷേപിച്ചിരിക്കുന്നതിനാൽ അതിലൂടെ പോവുക പ്രയാസമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കരാർ അനുസരിച്ച് മൈനുകൾ നീക്കാൻ ഇറാന് 30 ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഏകോപന സംവിധാനം ഒരുക്കും എന്നാണ് ബികോം പ്രതീക്ഷിക്കുന്നത്. ഇറാനുമായി സമാധാന കരാറിലെത്തിയതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി വിമർശകർ രംഗത്ത്. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കാൻ കരാർ ഉണ്ടാക്കിയതിലൂടെ വലിയ ഇളവുകൾ നൽകി എന്നായിരുന്നു ആരോപണം. വിമർശനങ്ങൾക്ക് മറുപടിയായി തന്നെ വിമർശിക്കുന്നവർക്ക് ബുദ്ധിയില്ലാത്തവരാണ് എന്ന് ട്രംപിന്റെ പ്രതികരണം. സ്റ്റോക്ക് മാർക്കറ്റ് റെക്കോർഡ് ഉയരത്തിലെത്തുകയും എണ്ണവില കുത്തനെ ഇടിയുകയും ചെയ്യുമ്പോഴും താൻ ഇറാനോട് അത്ര കർക്കശമായി പെരുമാറിയില്ല എന്ന് കരുതുന്ന ഇവർ
ഒന്നുകിൽ അസൂയാക്കളാണ്, അല്ല എങ്കിൽ മോശം ആളുകളാണ്, അതല്ലെങ്കിൽ അവർ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ മാസങ്ങളായി തുടരുന്ന US-ഇറാൻ യുദ്ധത്തിന് വിരാമമിട്ടുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാനും വ്യാഴാഴ്ചയാണ് സമാധാന കരാറിൽ ഒപ്പുവെച്ചത്. ഈ കരാർ ഒരു ചരിത്ര നേട്ടമാണെന്നും വാഷിംഗ്ടണുമായുള്ള മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇറാൻ കൈവരിച്ച കരുത്തിന്റെ പ്രതീകമാണെന്നും ഇറാൻ പ്രസിഡന്റ് സമൂഹ മാധ്യമങ്ങളിലൂടെ കുറിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് മത്സരങ്ങളുടെ ഭാഗമായി നഗരത്തിൽ വൻ ജനത്തിരക്ക് അനുഭവപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലുണ്ടായ വെടിവയ്പ് പരിഭ്രാന്തി സൃഷ്ടിച്ചു. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പ്രദേശത്തെ വെടിയൊച്ച കേട്ടതോടെ ആളുകൾ പരിഭ്രാന്തരായി ഓടി രക്ഷപ്പെടുകയും വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തുകയും ചെയ്തു. ഉച്ചയ്ക്ക് 3:30 ബ്രോഡ്വേയിലെ 44-45 തെരുവുകൾക്കിടയിലായിരുന്നു സംഭവം നടന്നത്. ലോകകപ്പ് കാണാനെത്തിയ ഫുട്ബോൾ ആരാധകരും വിനോദസഞ്ചാരികളും യാത്രക്കാരും നിറഞ്ഞുനിന്ന പ്രദേശത്ത് വെടിയൊച്ച മുഴങ്ങിയതോടെ വെടിവെപ്പുകാരനുണ്ട് എന്ന ആശങ്കയിൽ ആളുകൾ വാഹനങ്ങളും സുരക്ഷാ ബാരിക്കേഡുകളും പിന്നിൽ അഭയം തേടുകയായിരുന്നു. ആദ്യഘട്ട റിപ്പോർട്ടുകളിൽ വെടിവെപ്പിൽ ഒരാൾക്ക് പരിക്കേറ്റതായി സൂചനകൾ ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് ആർക്കും പരിക്കില്ല എന്ന് ന്യൂയോർക്ക് പോലീസ് വ്യക്തമാക്കി. എന്നാൽ ഒരാൾക്ക് കത്തിക്കുത്തേറ്റതായി സ്ഥിരീകരിച്ചിരുന്നു. വലിയ ഒരു സംഘത്തിനിടെയുണ്ടായ തർക്കം കയ്യാങ്കളിയിലേക്ക് വഴിമാറിയതാണ് ആക്രമണത്തിന് കാരണം ആയതെന്ന് പോലീസ് വ്യക്തമാക്കി. സംഘർഷത്തിനു ശേഷം 26 വയസ്സുകാരന് കഴുത്തിൽ കുത്തേറ്റു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളുടെ നില ഗുരുതരമല്ല എന്നും അദ്ദേഹം സുഖം പ്രാപിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിന് പിന്നാലെ അതേ സംഘത്തിന് നേരെ 17 വയസ്സുകാരൻ വെടിയുതിർക്കുകയായിരുന്നു എന്ന് പോലീസ് വ്യക്തമാക്കി. അധികം വൈകാതെ കൗമാരക്കാരനെ കസ്റ്റഡിയിലെടുക്കുകയും ഇയാളിൽ നിന്നും തോക്ക് കണ്ടെടുക്കുകയും ചെയ്തു. വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഇയാൾക്കെതിരെ ഔദ്യോഗിക കുറ്റം ചുമത്തിയിരുന്നില്ല. ന്യൂയോർക്ക് നിക്സ് ടീമിന്റെ ചാമ്പ്യൻഷിപ്പ് വിജയാഘോഷ ഘോഷയാത്രയും ലോകകപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ പങ്കെടുക്കാനെത്തിയ അന്താരാഷ്ട്ര സന്ദർശകരുടെ സാന്നിധ്യവും കാരണം നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരുന്ന ദിവസത്തിലാണ് സംഭവം അരങ്ങേറിയത്. വെടിവെപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതോടെ ഡസൻ കണക്കിന് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ വളഞ്ഞ് തെളിവെടുപ്പ് നടത്തിയ പോലീസ് ഫോറൻസിക് സംഘം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന നീല നിറത്തിലുള്ള ഹുണ്ടായി കാർ ഉൾപ്പെടെയുള്ള നിരവധി വാഹനങ്ങൾ പരിശോധിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും സംഘർഷത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന മറ്റു ചിലരെ കൂടി ചോദ്യം ചെയ്യാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ന്യൂയോർക്ക് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 124.64 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 94.42 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.32 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 66.77 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. ടെലഗ്രാം നിരോധനം ശരിവെച്ച് ദില്ലി ഹൈക്കോടതി. നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധനം 22 വരെ തുടരും. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. താൽക്കാലിക നിരോധനത്തിന് കേന്ദ്രം ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചു. നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചരണങ്ങൾക്കും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ടെലഗ്രാം ആപ്പ് വ്യാപകമായി ഉപയോഗിച്ചതായാണ് താൽക്കാലിക നിരോധനത്തിലേക്ക് നയിച്ചത്. കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് സർക്കാരിന്റേതെന്ന് ടെലഗ്രാം കോടതിയിൽ വാദിച്ചു. എന്നാൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിരോധനം എന്നതായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. നിരോധന നടപടി ഏകപക്ഷീയമാണെന്നും കമ്പനിയെ കേൾക്കാതെയാണ് നിരോധനം എന്നുമാണ് ടെലഗ്രാം ഹർജിയിൽ വാദിക്കുന്നത്. ജൂൺ 22 വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരോധനത്തെ പരിഹസിച്ച് കമ്പനി സ്ഥാപകൻ പവൽ റൂഡോ രംഗത്തെത്തിയിരുന്നു. അടിസ്ഥാന പ്രശ്നമാണ് പരിഹരിക്കേണ്ടതെന്നും ദശലക്ഷക്കണക്കിന് സാധാരണ ഉപയോക്താക്കളെ ഇത് ബാധിക്കുമെന്നും ഡൂറോ അറിയിച്ചു. നിരോധനത്തിന്റെ ഭാഗമായി പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഗൂഗിൾ നീക്കം ചെയ്തു. ഇതിനിടെ പുനഃപരിശോധനയ്ക്കായുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് NDA. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ല എന്ന് തമിഴ്നാട്ടിലെ ജോസഫ് വിജയ് സർക്കാർ ആദ്യ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് വ്യാഴാഴ്ച നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചത്. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ ജനങ്ങളുടെ ജീവനാഡിയായ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ജലനിരപ്പ് ഉയർത്തുന്നതിനും നടപടികൾ കൈക്കൊള്ളണമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. അണക്കെട്ട് ബലപ്പെടുത്തുന്നതും തടയുകയും പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുകയുമാണ് കേരളം. ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും. കാവേരി നദിയിൽ മേക്കേദാട്ടു അണക്കെട്ട് നിർമ്മിക്കാനുള്ള കർണാടകത്തിന്റെ നീക്കവും ചെറുക്കും.
ഈ വിഷയങ്ങളിൽ തമിഴ്നാട്ടിലെ മുൻ സർക്കാരുകളുടെ നിലപാട് തന്നെയാണ് TVKയുടേതെന്നും വ്യക്തമാക്കുന്ന നയപ്രഖ്യാപനം തെക്കേ ഇന്ത്യയിലെ നദികൾ കൂട്ടിയോജിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൃണമൂൽ കോൺഗ്രസിൽ പുതിയ പ്രതിസന്ധി. പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കാൻ ബാങ്കിനോട് ആവശ്യപ്പെട്ട ട്രഷററും മുൻ മന്ത്രിയുമായ അരൂപ് വിശ്വാസ് 676 കോടി രൂപയുള്ള പാർട്ടി അക്കൗണ്ട് മരവിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഒപ്പിട്ട ചെക്കുകൾ വിമതർ ദുരുപയോഗം ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നീക്കം. അരൂപ് വിശ്വാസ് ഇപ്പോൾ ട്രഷറർ അല്ലെന്നും TMC അറിയിച്ചു. ഈ മാസം 5-ന് ചേരുന്ന യോഗത്തിൽ പുതിയ ട്രഷററെ നിർമ്മിച്ചേക്കുമെന്നാണ് വിശദീകരണം. കായിക മന്ത്രിയായിരിക്കെ മെസ്സിയെ കൊണ്ടുവന്ന് വിവാദത്തിലായ അരൂപ് വിശ്വാസിന് കഴിഞ്ഞ ദിവസം കോടതിയിലെത്തിയപ്പോൾ അഭിഭാഷകരടക്കം മുട്ടയെറിഞ്ഞു. പാർട്ടിയിൽ ആഭ്യന്തര തർക്കങ്ങളും പ്രതിസന്ധികളും ഉടലെടുത്തതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസിൽ വൻ അഴിച്ചുപണി നടത്തിയിരുന്നു. പാർട്ടിയുടെ വിവിധ പോഷക സംഘടനകളും പ്രാദേശിക ഘടകങ്ങളിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്. യുവ നേതാവ് അർണബ് ബാനർജിയെ സംസ്ഥാന തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായും കുനാൽ ഘോഷിനെ വടക്കൻ കൊൽക്കത്ത സംഘടന ജില്ലാ പ്രസിഡന്റായും നിയമിച്ചു. പാർട്ടിയുടെ വിദേശ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ പുതിയ തീരുമാനങ്ങൾക്ക് അംഗീകാരം നൽകിയത്. കൂടാതെ ന്യൂനപക്ഷ സെൽ പ്രസിഡന്റായി മുസറഫ് ഹൊസൈനെയും മഹിളാ വിംഗ് പ്രസിഡന്റായി അലീഫ അഹമ്മദിനെയും തിരഞ്ഞെടുത്തു. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച 2026-27 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഏറെയായിരുന്നു. കടക്കെണിയും സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുമ്പോഴും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികൾക്കും ബഡ്ജറ്റിൽ ഇടം പിടിച്ചിരുന്നു. കേരളത്തിലെ ജൻസി തലമുറയ്ക്ക് ഉണർവേകുന്ന പ്രഖ്യാപനങ്ങളുമായി സംസ്ഥാന ബഡ്ജറ്റ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച പുതുക്കിയ ബഡ്ജറ്റിൽ ജൻസികൾക്കുള്ള സ്റ്റാർട്ടപ്പിനായി 50 കോടി വകയിരുത്തി. ഡിജിറ്റൽ ധാർമ്മിക സ്വകാര്യതയുടെ സംരക്ഷണം, സൈബർ സുരക്ഷ, മാനുഷിക മൂല്യങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള സ്റ്റാർട്ടപ്പുകൾ, ഇന്നൊവേഷൻ ഹബ്ബുകൾ, ഗവേഷണ കേന്ദ്രങ്ങൾ, സ്മാർട്ട് വ്യവസായങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ യുവതലമുറയുടെ സാങ്കേതിക മികവുകൾ ഇതിലൂടെ ഉറപ്പിക്കാൻ സാധിക്കുമെന്നും ബഡ്ജറ്റ് അവതരണത്തിനിടെ മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ മാറ്റിമറിക്കുന്നവരാണ് ജൻസികളെന്നും ഡിജിറ്റൽ യുഗത്തിൽ ജനിച്ചു വളർന്ന ഇവർക്ക് സാങ്കേതിക വിദ്യ പ്രധാനപ്പെട്ടതാണെന്നും ബഡ്ജറ്റിൽ മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. റോബോട്ടിക്സ്, ഡാറ്റ സയൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, വെർച്വൽ റിയാലിറ്റി എന്നീ മുന്നേറ്റങ്ങൾ ഏറ്റവും വേഗത്തിൽ സ്വീകരിക്കുന്നവയും പ്രയോജനപ്പെടുത്തുന്നവരുമാണ് ജൻസികളെന്നും ബഡ്ജറ്റിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF സർക്കാരിന്റെ ഒന്നാം ബഡ്ജറ്റിൽ റബ്ബർ വില 250 ഉയർത്തിയ സന്തോഷമുണ്ട് എന്നും കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണി പറഞ്ഞു. 300 രൂപ ആക്കും എന്നായിരുന്നു UDF പ്രകടന പത്രിക. കാർഷിക ബഡ്ജറ്റ് ഉണ്ടാക്കും എന്നായിരുന്നു UDF പ്രകടന പത്രികയിൽ പറഞ്ഞത്. അത് നടപ്പിലാക്കിയില്ല എന്നും തമിഴ്നാടും കർണാടകയും കാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചുവെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തു. UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേരളം എന്തോ സാമ്പത്തിക അവസ്ഥയിലാണ് എന്നും സന്ദേശമാണ് ആമുഖത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. ബഡ്ജറ്റ് വിഹിതം പരിശോധിച്ചാൽ അതല്ല ചിത്രം. 2000 കോടിയുടെ അധിക വിഹിതം നൽകാൻ കഴിഞ്ഞുവെന്നും സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വെച്ചാണ് LDF സർക്കാർ ഇറങ്ങിയതെന്ന് പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. സാമ്പത്തിക സ്ഥിതി മോശമല്ലാതിരുന്നിട്ടും ബഡ്ജറ്റിൽ പിൻവാങ്ങലാണ് കണ്ടത്. ജനക്ഷേമ കാര്യത്തിൽ നേരത്തെയുള്ള ബഡ്ജറ്റ് വിഹിതം പല കാര്യങ്ങളിലും വെട്ടിക്കുറച്ചു. കാർഷിക മേഖലയിൽ ആശ്വാസ നടപടി ഇല്ല. കേന്ദ്ര നയ നിലപാടുകൾ കാരണം സംസ്ഥാനത്തിന് ഉണ്ടാകുന്ന ധനനഷ്ടം കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇതിൽ രാഷ്ട്രീയമുണ്ട്. മുൻകൂർ ജാമ്യം എടുക്കലായിരുന്നു ധവളപത്രം. നവകേരള സ്വപ്നം കൈയൊഴിഞ്ഞു. ഭാവി കേരളത്തിനായുള്ള ബ്ലൂ പ്രിന്റ് ഇല്ല. LDF ബഡ്ജറ്റിൽ പലതും ആവർത്തിച്ചു. മുൻ പ്രഖ്യാപനങ്ങൾ പേരുമാറ്റി പുതുതായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് പരാമർശമില്ല. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ മൗനം പാലിക്കുകയാണെന്നും, അതായത് പഴങ്ങളിൽ നിന്നുമുള്ള മദ്യ ഉൽപാദനത്തെ കുറിച്ച് പറയുന്നില്ല. വൻകിട കമ്പനികൾക്ക് മദ്യം നിർമ്മിക്കാനുള്ള അവസരം ഒരുക്കാനോ ശ്രമം എന്ന് സംശയം. എന്തായാലും വൻകിട കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ് കാണുന്നത്. സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകുന്നതാണ് ബഡ്ജറ്റും. ധാതുക്കളുടെ ഖനനം സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുകയാണ്. LDF സർക്കാർ ആശയം അട്ടിമറിക്കുന്നു. കേരളത്തിന്റെ തീരത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനാണോ മാരിടൈം പോളിസി എന്ന് ആശങ്ക. ഭൂപരിഷ്കരണ നയം അട്ടിമറിക്കുന്നത് ഗൗരവതരമാണ്.
ഭൂപരിഷ്കരണ നിയമം പൊളിച്ചെഴുതുന്നതിലെ രാഷ്ട്രീയം വ്യക്തമാക്കണമെന്നും പിണറായി കൂട്ടിച്ചേർത്തു. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കർ ഇഡി ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ആയുർവേദ കോളേജിന്റെ മുന്നിലുള്ള HDFC ബാങ്കിലാണ് പരിശോധന നടന്നത്. കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചതും. തുടരന്വേഷണത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഈ ബാങ്കിലാണ് സ്വർണത്തിന് ഉൾപ്പെടെ ലോക്കർ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് വീണ മൊഴി നൽകിയിരുന്നു. നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ ഇഡി റെയ്ഡ് നടത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ കേന്ദ്ര സേനാംഗങ്ങൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട്. ബാങ്കിന് മുന്നിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ തമ്പടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിശോധനയുടെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. മാസപ്പടി കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. കൊച്ചിയിലെ ഓഫീസിൽ 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിൽ എഴുതി നൽകിയ മറുപടികളാണ് വീണ നൽകിയത്. പിന്നീട് മൊഴി വായിച്ചു കേട്ട ശേഷമാണ് വീണ ഓഫീസ് വിട്ടത്. പങ്കാളിയും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പമാണ് വീണ ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യാനെത്തിയത്. പുറത്തെ പരിശോധനകൾക്ക് ശേഷമാണ് അകത്തേക്ക് പ്രവേശിച്ചത്. പിന്നീടായിരുന്നു മണിക്കൂറുകൾ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിന് ശേഷം വീണയ്ക്ക് സമൻസ് നൽകിയിരുന്നില്ല. എന്നാൽ കേസിൽ വീണയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇഡി ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. ഇനി സ്പോർട്സ്. ഗ്രൂപ്പ് സിയിൽ തങ്ങളുടെ 2ാം മത്സരത്തിനായി ബ്രസീൽ നാളെ ഇറങ്ങുകയാണ്. ഹെയ്റ്റിയാണ് ബ്രസീലിന്റെ എതിരാളികൾ. രാവിലെ 6:30 മത്സരം. ആദ്യ മത്സരത്തിൽ മൊറോക്കോയുടെ സമനില വഴങ്ങിയ ബ്രസീൽ ഈ മത്സരം നിർണായകമാണ്. നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കണമെങ്കിൽ ബ്രസീലിനെ ഇന്ന് ജയിച്ചേ തീരൂ. കഴിഞ്ഞ മത്സരത്തിൽ സ്കോട്ട്ലൻഡിനോട് തോൽവി ഏറ്റുവാങ്ങിയ ഹെയ്റ്റിക്കും ബ്രസീലിനെതിരായി നിർണായകമാണ്. കോങ്കോയും കേപ്പ് വർദേയും പുറത്തെടുത്തതുപോലുള്ള പ്രതിരോധ മികവ് ബ്രസീലിനെതിരെ ഹെയ്റ്റി പരീക്ഷിക്കുമോ എന്നാണ് ഫുട്ബോൾ നിരീക്ഷകരും ആരാധകരും ഉറ്റുനോക്കുന്നത്. അതേസമയം ഇന്നത്തെ കളിയിൽ ആദ്യ 11 പുതിയ പരീക്ഷണം നടത്താൻ കാർലോ ആൻസെലോട്ടി തയ്യാറാവുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരിക്കിൽ നിന്ന് മോചിതനായി എങ്കിലും ഫിറ്റ്നസ് വീണ്ടെടുക്കാത്ത നെയ്മർ ഹെയ്റ്റിക്കെതിരെ കളിക്കാനാകില്ല എന്നാണ് ബ്രസീൽ ഫുട്ബോൾ ഫെഡറേഷൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ആദ്യ 11 ഇഗോർ തിയാഗോയ്ക്ക് പകരക്കാരനായി കണ്ടെത്തുക എന്നതാണ് ആൻസെലോട്ടിക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ആദ്യ മത്സരത്തിൽ ഗോൾ നേടി ഫോമിലേക്ക് ഉയർന്ന റയൽ മാഡ്രിഡ് താരം വിനീഷ്യസ് ഈ മത്സരത്തിൽ തിളങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കളിയിൽ അവസരം ലഭിക്കാത്തതിനാൽ മുൻ റയൽ മാഡ്രിഡ് യുവതാരം എൻട്രിക്കിൻ മുന്നേറ്റ നിരയിൽ പരീക്ഷിക്കാൻ ആൻസെലോട്ടി തയ്യാറായേക്കും എന്ന പ്രതീക്ഷകളുമുണ്ട്. അതേസമയം മത്തിയാസ് കുഞ്ഞക്ക് കൂടുതൽ പ്ലേയിങ് സമയം നൽകാൻ സാധ്യതകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ കളിയിൽ മോശം പ്രകടനം കാഴ്ചവെച്ച റാഫീനയും മധ്യനിരയിലെ കാസമിറോയും ലൂക്കാസ് പക്വേറ്റയും തിളങ്ങേണ്ടത് ബ്രസീലിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ റിഫോം UK ഉയർത്തിയ വെല്ലുവിളികൾ അതിജീവിച്ച് ബെൻഹാം നേടിയത് വൻ വിജയം. റിഫോം UK സ്ഥാനാർത്ഥി റോബൻ കെനിയനെ 9231 വോട്ടുകൾക്ക് പിന്നിലാക്കിയാണ് ബെൻഹാമിന്റെ ജയം. റിസ്റ്റോർ ബ്രിട്ടൻ 3ാം സ്ഥാനത്തും ലേബർ പാർട്ടി 54% വോട്ട് നേടിയപ്പോൾ റിഫോം UK 35%, റിസ്റ്റോർ ബ്രിട്ടൻ 7% വോട്ടുകൾ നേടി. ആകെ പോളിംഗ് ശതമാനം 58.75. ആകെ രേഖപ്പെടുത്തിയ വോട്ടുകൾ 45,510. UK-യിലെ തൊഴിലില്ലായ്മ നിരക്ക് അപ്രതീക്ഷിതമായി താഴ്ന്നതായി ഔദ്യോഗിക കണക്കുകൾ. തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണത്തിൽ UK-യിൽ വർധനവ് ഉണ്ടായതായും റിപ്പോർട്ട്. പുതിയ റിക്രൂട്ടുകൾ പേ റോളിൽ ജോലി ചെയ്യുന്നത് 5 വർഷത്തെ താഴ്ന്ന നിലയും. കൂടുതൽ ആളുകൾ സ്വയം തൊഴിലിലേക്ക് തിരിയുന്നതും പ്രൈവറ്റ് സെക്ടറിലെ ശമ്പള വർധനവും തിരിച്ചടി നേരിടുന്നതായി ONS. കുറഞ്ഞ വരുമാനം നൽകുന്ന മേഖലകളിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായും റിപ്പോർട്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏപ്രിൽ വരെ 4.9%, അടിസ്ഥാന ശമ്പള വർധനവും 3.4% തുടരുന്നു. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടൻ പിന്മാറിയ ബ്രെക്സിറ്റിന്റെ ആഘാതം UK സമ്പദ് വ്യവസ്ഥയെ ഗണ്യമായി ബാധിച്ചതായി റിപ്പോർട്ട്. ബ്രെക്സിറ്റിലെ ആഘാതം ഏറ്റുവാങ്ങിയ പ്രധാന മേഖലകൾ നിക്ഷേപ മേഖലയും തൊഴിൽ വിപണിയും ഉൽപാദനക്ഷമതയില്ലായ്മയെന്ന് കണ്ടെത്തൽ. നിക്ഷേപം 12 മുതൽ 18% വരെയും തൊഴിൽ മേഖല 3 മുതൽ 4% വരെയും ഉൽപാദനക്ഷമത 3 മുതൽ 4% വരെയും ഇടിഞ്ഞതായും ഗവേഷകർ. ബ്രെക്സിറ്റിന്റെ കൃത്യമായ സാമ്പത്തിക ആഘാതം അളക്കുന്നത് ഇപ്പോഴും സങ്കീർണമായ കാര്യമാണെന്നും സാമ്പത്തിക വിദഗ്ധർ. അമേരിക്ക-ഇറാൻ സമാധാന കരാർ പ്രാബല്യത്തിലായിട്ടും ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നില്ല. കപ്പൽ ഗതാഗതം നടക്കുന്നത് ഒമാൻ വഴി മാത്രം. ഇറാന്റെ മേലുള്ള നാവിക ഉപരോധം ഔദ്യോഗികമായി നീക്കിയതായും അമേരിക്കൻ സെൻട്രൽ കമാൻഡ്. 30 ദിവസത്തിനുള്ളിൽ ഹോർമൂസിലെ കപ്പൽ ഗതാഗതം സാധാരണ നിലയിലേക്ക് സാധ്യമാകുമെന്ന് വിലയിരുത്തൽ. അമേരിക്ക നാവിക ഉപരോധം പിൻവലിച്ച സാഹചര്യത്തിൽ ഹോർമൂസിലെ അപകട സൂചന
ക്രിട്ടിക്കൽ എന്നതിൽ നിന്നും സബ്സ്റ്റാൻഷ്യസ് എന്നതായി താഴ്ത്തി UK മാരിടൈം ഏജൻസി. US-ഉം ഇറാനും ധാരണാപത്രം ഒപ്പിട്ടു എങ്കിലും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇപ്പോഴും ഗണ്യമായ സുരക്ഷാ ഭീഷണികളുണ്ട് എന്ന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് സംഘടനയായ ബിംകോയുടെ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ ജേക്കബ് ലാർസൺ. ഇറാൻ യുദ്ധത്തെ തുടർന്ന് കുടുങ്ങിക്കിടക്കുന്ന 500-ലധികം ചരക്കു കപ്പലുകൾ ഇപ്പോഴും പേർഷ്യൻ ഗൾഫ് മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നു. കപ്പൽ ഗതാഗതം സുഗമമാക്കുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഏകോപന സംവിധാനം ഒരുക്കുമെന്നും ബിംകോ. ടെലഗ്രാം നിരോധനം ശരിവെച്ച് ദില്ലി ഹൈക്കോടതി. ടെലഗ്രാം താൽക്കാലികമായി നിരോധിച്ചത് നീറ്റ് പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചരണങ്ങൾക്കും വലിയ സാമ്പത്തിക തട്ടിപ്പുകൾക്കും ആപ്പ് വ്യാപകമായി ഉപയോഗിച്ചതിനാൽ നിരോധനത്തിനെതിരെ ടെലഗ്രാം നൽകിയ ഹർജി തള്ളി. നിരോധന നടപടി ഏകപക്ഷീയമാണെന്നും കമ്പനിയെ കേൾക്കാതെയാണ് ആപ്പ് നിരോധിച്ചതെന്നും കമ്പനി സ്ഥാപകൻ പവൽ ഡൂറോ. അടിസ്ഥാന പ്രശ്നമാണ് പരിഹരിക്കേണ്ടതെന്നും ദശലക്ഷക്കണക്കിന് സാധാരണ ഉപയോക്താക്കളെ നിരോധനം ബാധിക്കുമെന്നും സ്ഥാപകൻ. കേന്ദ്രത്തിന്റെ തീരുമാനം നടപടിക്രമങ്ങൾ പാലിച്ചാണെന്നും നിരോധനം 22 വരെ തുടരുമെന്നും കോടതി. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാനുള്ള കേരള സർക്കാരിന്റെ നീക്കം അനുവദിക്കില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും ജലനിരപ്പ് ഉയർത്തുന്നതിനും നടപടികൾ കൈക്കൊള്ളുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും അണക്കെട്ട് ബലപ്പെടുത്തുന്നത് തടയണമെന്നും കേരളത്തിന്റെ ആവശ്യത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും തമിഴ്നാട് സർക്കാർ. തെക്കേ ഇന്ത്യയിലെ നദികൾ കൂട്ടിയോജിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ. സംസ്ഥാനത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി മുഖ്യമന്ത്രി VD സതീശന്റെ കന്നി ബഡ്ജറ്റ് എത്തി. 2026-27 വർഷത്തെ പുതുക്കിയ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ചെയ്തു. കടക്കെണിയും സാമ്പത്തിക പ്രതിസന്ധിയും നിലനിൽക്കുമ്പോഴും സാധാരണക്കാർക്ക് ആശ്വാസം നൽകുന്ന ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും ബഡ്ജറ്റിൽ ഇടം പിടിച്ചു. UDF സർക്കാരിന്റെ ആദ്യ ബഡ്ജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാമ്പത്തിക അപകടാവസ്ഥ രാഷ്ട്രീയ ആക്ഷേപം മാത്രമാണെന്നും 6000 കോടി ട്രഷറിയിൽ ബാക്കി വെച്ചാണ് LDF സർക്കാർ ഇറങ്ങിയതെന്നും പിണറായി വിജയൻ. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കർ ED ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിന് മുന്നിലുള്ള HDFC ബാങ്കിലാണ് പരിശോധന നടത്തിയത്. കൊച്ചിയിലെ ഓഫീസിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ED പരിശോധിക്കുന്നത്. EDയുടെ പരിശോധന നടന്നത് സ്വർണത്തിന് ഉൾപ്പെടെ ലോക്കർ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള HDFC ബാങ്കിലാണെന്നും വീണയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന കർശനമാക്കിയതെന്നും അന്വേഷണ സംഘത്തിന്റെ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശോധന. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി.